ജ്യോതിഷം ഹസ്തരേഖ പുനർജനി ജ്യോതിഷ ഹസ്തരേഖയോട്ട് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ജൂൺ മാസം 2-ാം തീയതിയുള്ള വ്യാഴമാറ്റത്തിനെ കുറിച്ചാണ്. വ്യാഴമാറ്റം വരുമ്പോഴത്തേക്ക് കുറേ അത് 5-6 കൂറുകാർക്ക് കൊള്ളാം, കുറച്ച് കൂറുകാർക്ക് കൊള്ളത്തില്ല. ഇങ്ങനെയാണ്. ഇപ്പോൾ എന്താണ് ഈ വ്യാഴം, എന്താണ് വ്യാഴമാറ്റം? ഈ വ്യാഴമാറ്റം വരുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഇന്നത്, ചിങ്ങക്കൂറ് മറ്റേ കൂറുകാർക്ക് എങ്ങനെയൊക്കെ നല്ല ഫലം ഇതൊക്കെ പറയും. പക്ഷേ ഈ വ്യാഴം എന്ന് പറയുന്നത് എന്താണ്? വ്യാഴം ബൃഹസ്പതിയാണ്, ദേവന്മാരുടെ ഗുരുവാണ്. അപ്പോൾ ആരുടെയെല്ലാം നമ്മുടെ എല്ലാം ഗ്രഹനിലയിൽ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാം ജാതകത്തിൽ വ്യാഴം ജനിക്കുമ്പോൾ തന്നെ നല്ല സ്ഥാനത്തും വരും, അനിഷ്ടസ്ഥാനത്ത് നല്ലതെന്ന് പറഞ്ഞാൽ ഇഷ്ടസ്ഥാനത്തും വരും, അത് അനിഷ്ടസ്ഥാനത്തും വരും. അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് വരുന്നത് നമ്മുടെ മുൻജന്മ കർമ്മ ഫലമാണ്, നല്ല ഫലം നമുക്ക് തരും ഈ ജന്മം. അനിഷ്ടസ്ഥാനത്ത് വരുന്നവരാണ് നദിയിൽ കിടന്നുകൊണ്ട് 2 കാലോട്ട് അടിച്ചാലും നമുക്ക് കിട്ടാതെ പോണത്. അപ്പോൾ ഇവിടെ അനിഷ്ടസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും നമ്മളെ ജനന സമയത്ത് തന്നെ വ്യാഴ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ പറയണതും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വ്യാഴമാണ്, ബൃഹസ്പതിയാണ്. അപ്പോൾ ബ്രാഹ്മണന്മാർ, ബ്രഹ്മം നേടിയത് ബ്രാഹ്മണൻ, അവരെ പൂജിക്കാനും അവർക്ക് ദാനം കൊടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അനിഷ്ടസ്ഥാനത്തുള്ളവർക്ക് വ്യാഴം ചാരവശാൽ എത്ര നല്ല സ്ഥാനത്ത് വന്നാലും ഒരു 75% ഫലം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വ്യാഴ അനിഷ്ട സ്ഥാനത്തുള്ളവർ 6, 8, 12, മകരത്തിൽ, പിന്നെ കുംഭവും ഒന്നിങ്ങനെ മകരത്തിൽ നിന്നൊന്ന് അതായത് കുഴിയിൽ നിന്നൊന്ന് ചാടി ഫ്രണ്ട് കയറിയതേ ഉള്ളൂ കുംഭത്തിൽ. ഇങ്ങനെയൊക്കെ കുറേ സ്ഥാനങ്ങളിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഓം നമോ നാരായണായ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അനിഷ്ടം അയ്യോ എനിക്ക് അടുത്ത വർഷം കൊള്ളൂല, എല്ലാവരും പറയും വ്യാഴം ഇടവക്കൂറുകാർക്ക് കൊള്ളത്തില്ല, ചിങ്ങക്കൂറുകാർക്ക് കൊള്ളത്തില്ല, ധനുക്കൂറുകാർക്ക് അഷ്ടമത്തിൽ പോകും, ധനുക്കൂറുകാർക്ക്, ചിങ്ങക്കൂറുകാർക്ക് 12 പോകും, ഇടവക്കൂറുകാർക്ക് 3 പോകും. വ്യാഴമാണ്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് അനിഷ്ടം നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് മഹാവിഷ്ണുവിനെ പത്മനാഭനെ പ്രീതിപ്പെടുത്താം. എങ്ങനെയെല്ലാം പ്രീതിപ്പെടുത്താം? നമുക്ക് തന്നെ ദിവസവും രാവിലെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഇങ്ങനെ നമുക്ക് പറയാം. ഓം നമോ നാരായണായ. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വിഷ്ണു സഹസ്രനാമം ബൈഹാർട്ടാണെങ്കിൽ നടന്നു പോകുമ്പോഴും പറയാം. ഇതെല്ലാം നമുക്ക് നടന്നു പോകുമ്പോഴും പറയാം. അതേപോലെ തന്നെ ബ്രാഹ്മണനെ നമുക്ക് ബ്രാഹ്മണന്മാർക്ക് അത് കറക്റ്റാണ്. ബ്രഹ്മം നേടിയ ബ്രാഹ്മണന്, എല്ലാ ബ്രാഹ്മണനെ അറിഞ്ഞ ബ്രഹ്മം മീൻസ് ഈശ്വരനെ അറിഞ്ഞ ബ്രാഹ്മണനെ നമുക്ക് എന്തോ ചെയ്യുക? അവർക്ക് ദാനം കൊടുക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും ഗായത്രി മന്ത്രം ജപിക്കുകയോ ആരുടെ പൈസയ്ക്ക് അത്യാഗ്രഹം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ബ്രാഹ്മണന്മാർ എല്ലാ വേദത്തിലും നൈപുണ്യമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് പൂജിക്കാം. കാരണം അവർക്ക് അവർ ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദാനം കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരികയാണെങ്കിൽ നമ്മുടെ ഈ അനിഷ്ടസ്ഥാന സ്ഥിതി നമുക്ക് ഇഷ്ടസ്ഥാനത്തോട്ട് മാറ്റാനായിട്ട് സാധിക്കും. എപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിക്കാനായിട്ട് വാളും പരിചയം എടുത്തൊന്നും നിൽക്കുന്നില്ല. ഇത് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. വ്യാഴ അനിഷ്ടമാകുമ്പോൾ നമ്മളെ മുൻജന്മ ഇപ്പോഴും എല്ലാവർക്കും അറിയാം. മകരത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ മകരത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ പറയാം മുൻജന്മ കർമ്മഫലം. അവിടെ സൂര്യൻ 5-ാം ഭാവത്തിൽ നിന്ന് നമ്മളെ നശിപ്പിക്കും. 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അത് 9-ാം ഭാവം കൂടെയൊക്കെ നോക്കി നമുക്ക് ഫലം പറയാൻ പറ്റും. അങ്ങനെയൊക്കെ വേണം ഫലം പറയാനായിട്ട്. അല്ലാതെ എല്ലാവർക്കും കൊള്ളത്തില്ല എന്ന് പറഞ്ഞോടെ എനിക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് നമുക്ക് അനിഷ്ട സ്ഥാനത്താണെങ്കിൽ നമുക്ക് ഭഗവാനെ നന്നായിട്ട് വിളിക്കുക. മറ്റുള്ളവരുടെ ഒരുപാട് കാര്യങ്ങളിലോട്ടൊന്നും മറ്റുള്ളവരുടെ കാര്യത്തിലൂടെ ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യത്തിൽ ഇവരുടെ കാര്യത്തിലൊക്കെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ ഇഷ്ടസ്ഥാനത്തായാലും അനിഷ്ടം തന്നെ തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.